സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഒടുവിൽ പേടിച്ചത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ ഇറാൻ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്, തിരിച്ചടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തിന് മറുപടിയായി ഇറാൻ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ബാഷറാത്ത് അൽഫത്ത് എന്നാണ് ഇറാൻ ഈ തിരിച്ചടിക്ക് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള ഈ ആക്രമണത്തിന് നൽകിയിരിക്കുന്ന പേര്. ഇസ്രായേലിൽ മിസൈൽ വർഷം തന്നെ ഇറാൻ നടത്തുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിലെ പ്രധാന നഗരമായ ടെൽ അവീവിൽ ഏറ്റവും ഒടുവിലായി ഇറാൻ മിസൈലുകൾ പതിച്ചു എന്ന് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ സൈനിക താവളങ്ങളാണ് ഇറാൻ മറ്റേതായി വേറെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ്റെ ആക്രമണത്തിൽ ഗൾഫിലെ അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്തായാലും ഗൾഫ് മേഖല അശാന്തമായി മാറിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ എന്ന് പറയേണ്ട സ്ഥിതിയാണ്. ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ, തിരിച്ചടിക്കാൻ അവകാശമുണ്ട്, റൈറ്റ് ടു റെസ്പോണ്ട് എന്ന് ചില ഗൾഫ് രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യയും ബഹ്റൈനും ഖത്തറുമൊക്കെ പ്രതികരിച്ചിട്ടുമുണ്ട്. വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഗൾഫ് മേഖല ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോ തയ്യാറാക്കുമ്പോഴുള്ള സാഹചര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. ഇസ്രായേലിൻ്റെ സ്ഥിതി ആദ്യം പരിശോധിക്കാം. ടെൽ അവീവ്, ഹൈഫ, ജെറുസലേം തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഇപ്പോഴും വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നൂറുകണക്കിന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം ഇവയിൽ പലതും തകർക്കുന്നുണ്ട് എങ്കിലും ചില ഇറാനിയൻ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെൽ അവീവിൽ ഇറാൻ്റെ മിസൈലുകൾ വീണു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ അതിശക്തമായ മിസൈൽ വർഷമാണ് ഇറാൻ നടത്തിയത്. 5 പ്രധാനപ്പെട്ട താവളങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഗൾഫ് മേഖലയിലെ 4 പ്രധാന അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ച് ഒരേ സമയം മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിക്കുകയും ചെയ്തു. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേന ആസ്ഥാനത്തിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ സമുച്ചയത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജുഫൈർ മേഖലയിൽ സ്ഫോടനത്തെ തുടർന്ന് വലിയ തീപിടുത്തമുണ്ടായതായി അൽ ജസീറ പോലുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അബുദാബിയിലെ അൽ ദാഫ്ര വ്യോമതാവളത്തിൽ ഇറാൻ്റെ മിസൈലുകൾ പതിച്ചു. ഇവിടെയുണ്ടായിരുന്ന ചില സൈനിക ഉപകരണങ്ങൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായതായി സൂചനയുണ്ട്. അബുദാബിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ്റെ മിസൈൽ ചീളുകൾ തട്ടിയാണ് മരണമെന്നാണ് റിപ്പോർട്ട്. തങ്ങൾക്ക് തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് ഇതിനു ശേഷമാണ് പിന്നീട് UAE പ്രതികരിച്ചത്. മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമാണ് അൽ ഉദൈദ്, ഖത്തറിലുള്ള അൽ ഉദൈദ്. ആ എയർബേസിന് നേരെ ഇറാൻ്റെ മിസൈലുകൾ വന്നു. ഇതിൽ ചിലത് ഖത്തർ വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞതായി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന ചില ദൃശ്യങ്ങൾ, ഏറ്റവും ഒടുവിലായി വരുന്ന ചില ദൃശ്യങ്ങളിൽ ഖത്തറിൽ ചില കാറുകൾ കത്തുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഖത്തറിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇറാൻ്റെ മിസൈലുകൾ പതിച്ച് അല്ലെങ്കിൽ ഇറാൻ അയച്ച മിസൈലുകൾ ഖത്തർ തടഞ്ഞപ്പോൾ അത് പതിച്ച് ചില കാറുകൾക്ക് നാശനഷ്ടം, പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് നാശനഷ്ടം ഉണ്ടായതായി പുതിയ ചില വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്. കുവൈറ്റിലെ അലി അൽ സലേം എയർബേസിന് നേരെ നടന്ന ആക്രമണത്തിൽ റൺവേക്കും അനുബന്ധ സൗകര്യങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് വിവരം. സൗദി തലസ്ഥാനമായ റിയാദിലും ഇറാൻ്റെ ശക്തമായ ആക്രമണം ഉണ്ടായി. അവിടെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുണ്ട്. ജോർദാനിലെ മുവഫാക്ക് അൽ സാൽറ്റി എന്ന അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമാക്കി വന്ന ഇറാൻ്റെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായി ജോർദാൻ സൈന്യം സ്ഥിരീകരിച്ചു. ഈ മിസൈലുകൾ ജോർദാൻ മണ്ണിൽ പതിച്ചിരുന്നുവെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നാണ് ജോർദാൻ പ്രതികരിക്കുന്നത്. തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായി പെൻറ്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഗൾഫ് മേഖലയിലെ തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഇറാൻ്റെ ആക്രമണം ഉണ്ടായതായി പെൻറ്റഗൺ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാൽ സൈനികരുടെ മരണസംഖ്യയോ കൃത്യമായ നാശനഷ്ടങ്ങളുടെ കണക്കോ അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അമേരിക്ക പറയുന്നില്ല. ശക്തമായ തിരിച്ചടി നൽകും എന്ന മറുപടി മാത്രമാണ് നിലവിൽ വൈറ്റ് ഹൗസ് വക്താക്കൾ അറിയിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ തങ്ങൾ തകർത്തുവെന്നും 100-ലധികം മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി പതിച്ചു എന്നുമാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നത്. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സുരക്ഷാ ഭീഷണിയെ തുടർന്ന് കുവൈറ്റ്, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ ആകാശപാത പൂർണ്ണമായും
അടച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭാഗികമായി അടച്ചു എന്നും നമുക്ക് പറയാം. അമേരിക്കൻ എംബസികൾ തങ്ങളുടെ ജീവനക്കാരോടും പൗരന്മാരോടും സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗൾഫിലെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരോട് അതീവ ജാഗ്രത പാലിക്കാൻ ഇന്ത്യൻ എംബസികളുടെ അറിയിപ്പുകൾ ജാഗ്രത പാലിക്കാനും ഇന്ത്യൻ എംബസികളുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ്: തങ്ങളുടെ മണ്ണിൽ ആക്രമണം നടത്തുന്നതിന് അമേരിക്കയുടെയും ഇസ്രയേലിനെയും സഹായിക്കുന്ന ഏതൊരു ഗൾഫ് രാജ്യവും ഇറാൻ്റെ ശത്രുവായിരിക്കുമെന്നും ആക്രമിക്കപ്പെടുമെന്നുമാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ആവർത്തിക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ അതിശക്തമായ 2 ആക്രമണമാണ് നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓപ്പറേഷൻ ഷീൽഡ് ഓഫ് ജൂത എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കം ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നീക്കത്തെ മേജർ കോംബാറ്റ് ഓപ്പറേഷൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇറാൻ്റെ ഭീഷണി പൂർണ്ണമായും നീക്കം ചെയ്യുന്നതുവരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞു, അതായത് ട്രംപിന് നന്ദി പറഞ്ഞു, ഇറാനെ ആക്രമിക്കാൻ സഹായിക്കുന്നതിൽ നന്ദി പറഞ്ഞു. ആദ്യം നമ്മളെല്ലാവരും വിചാരിച്ചത് ഇസ്രയേൽ നടത്തിയ ആക്രമണമാണ് ഇത് എന്നാണ്. പക്ഷെ പിന്നീട് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചു, ഇസ്രയേൽ ഒറ്റയ്ക്ക് നടത്തിയ ആക്രമണമല്ല, തങ്ങൾ കൂടിയുണ്ട്, സംയുക്തമായ ആക്രമണമാണ് എന്ന് പിന്നീട് അമേരിക്ക സ്ഥിരീകരിച്ചു. പക്ഷേ നമ്മൾ നോക്കണം, ഇറാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്: ആദ്യം തങ്ങൾക്ക് നേരെ ആക്രമണം വരുന്നത് ഇസ്രയേലിൽ നിന്നായിരിക്കും എന്നുള്ള കാര്യം ആദ്യമേ തന്നെ ഇറാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് പിന്നാലെ ഇറാൻ പറഞ്ഞ മുന്നൊരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ആക്രമണം തുടങ്ങുമായിരിക്കും, പക്ഷേ ആക്രമണം നിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നാണ് ഇറാൻ ഏറ്റവും ഒടുവിലായി നൽകിയ മുന്നറിയിപ്പിലും പറയുന്നത്. ടെഹ്റാനിലെ ആദ്യഘട്ട ആക്രമണത്തിന് ശേഷം ഇസ്ഫഹാൻ, ഖോം, കരാജ്, കെർമാൻഷാ എന്നീ നഗരങ്ങളിൽ പുതിയ സ്ഫോടനങ്ങൾ, അതല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തി. ഈ ഇസ്രയേലും അമേരിക്കയും മിസൈലും വ്യോമാക്രമണവും, അതായത് വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണവും കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടത്തുന്നത്. 2 രീതിയിലും ആക്രമണം നടത്തുന്നുണ്ട്. മിസൈൽ ഉപയോഗിച്ചും വിമാനങ്ങൾ ഉപയോഗിച്ചും ആക്രമണം നടത്തുന്നുണ്ട്. അതേസമയം ഇറാൻ തിരിച്ചടിക്കുന്നത് അവരുടെ സുപ്രസിദ്ധമായ പേരുകേട്ട മിസൈൽ ശക്തി കൊണ്ട് തന്നെയാണ്. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ, മിസൈൽ വിക്ഷേപണ തറകൾ, ഇൻ്റലിജൻസ് ആസ്ഥാനങ്ങൾ എന്നിവയുൾപ്പെടെ 30-ലധികം കേന്ദ്രങ്ങൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ലക്ഷ്യം വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ്റെ പ്രസിഡൻഷ്യൽ പാലസ്, സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ഓഫീസ് എന്നിവയ്ക്ക് സമീപവും മിസൈലുകൾ പതിച്ചു. ഖൊമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ ഇറാൻ മാറ്റിയിരുന്നു. മറ്റൊരു സംഭവം ഇറാനിൽ ഉണ്ടായത് സൈബർ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികളായ ഇർന, ഇസ്ന എന്നിവയുടെ വെബ്സൈറ്റുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായി. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം, അതായത് റഷ്യയുടെയും ചൈനയുടെയും പ്രതികരണം വളരെ നിർണായകമാണ്. ഇറാനെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമിച്ചതിനെ വലിയ ശക്തമായ വാക്കുകൾ കൊണ്ട് റഷ്യയും ഇറാനും അപലപിക്കുകയാണ്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും ക്രെംലിനും പുറപ്പെടുവിച്ച പ്രസ്താവന ഇങ്ങനെയാണ്: ഇറാൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇതെന്നും ഇത് മിഡിൽ ഈസ്റ്റിനെ വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നുമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് മരിയ സഖരോവ പറഞ്ഞത്. ആക്രമണം നിർത്തണം, മേഖലയിലെ സൈനിക നടപടികൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും റഷ്യ അമേരിക്കയോടും ഇസ്രയേലിനോടും ഇറാനോടും ആവശ്യപ്പെട്ടു. ഗൾഫ് മേഖലയിൽ അമേരിക്ക നേരിട്ട് ഇങ്ങനെ ഇടപെടൽ നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് റഷ്യ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ചൈനയുടെ പ്രതികരണവും ഇതുപോലെ തന്നെയാണ്. ഇറാൻ്റെ പരമാധികാരത്തെയും സുരക്ഷയും ലംഘിക്കുന്ന ഏതൊരു നടപടിയും തങ്ങൾ എതിർക്കുമെന്ന് ചൈന വ്യക്തമാക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന് ചൈനീസ് വക്താവ് പറയുകയും ചെയ്തു. ഇറാനുമായി അടുത്ത സാമ്പത്തിക സൈനിക ബന്ധമുള്ള 2 രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും. അവർ ഈ യുദ്ധത്തിൽ നേരിട്ടോ അല്ലാതെയോ ഇടപെടാനുള്ള സാധ്യത ലോകരാജ്യങ്ങൾ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ വന്നാൽ അത് ലോകരാജ്യങ്ങൾ വളരെ ആശങ്കയോടെയാണ് ആ സാധ്യതയെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഇറാൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളുടെ അടുത്ത നീക്കം വളരെ നിർണായകമാണ് എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരും വിലയിരുത്തുന്നത്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിൽ ഇറാനും റഷ്യയും ചൈനയും ചേർന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും സൈനിക അഭ്യാസം നടത്തിയിരുന്നു. അന്നെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇറാൻ എന്തെങ്കിലും സംഭവിച്ചാൽ റഷ്യ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ്. എന്തായാലും റഷ്യ
നേരിട്ട് ഒരു സൈനിക നടപടിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ റഷ്യയുടെ ഈ സമീപകാലത്തെ ചില നീക്കങ്ങൾ, ചില പ്രസ്താവനകൾ അതെല്ലാം ഇറാനൊപ്പം നിൽക്കുന്ന രീതിയിൽ, വളരെ ശക്തമായ രീതിയിൽ ഇറാനൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് റഷ്യ നടത്തിയിട്ടുള്ളത്. ടെഹ്റാനിലെ ഒരു പ്രൈമറി സ്കൂളിന് നേരെ ഇസ്രായേൽ ആക്രമണം നടന്നതായും അവിടെ 5 പേർ കൊല്ലപ്പെട്ടതായും ഏറ്റവും ഒടുവിൽ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും വല്ലാത്ത ഭീതിതമായ സാഹചര്യത്തിലാണ് ഗൾഫ് മേഖലയുള്ളത്. മലയാളികൾ അടക്കമുള്ളവർ വലിയ ആശങ്കയിലാണ്. ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇപ്പോൾ പങ്കുവച്ചത്. എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഓരോ നിമിഷവും ഗൾഫ് മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാനിലെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ടെഹ്റാനിലെ വീടുകൾ ഒഴിയണം എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുവൈറ്റ് ഇറാൻ നടത്തിയ ആക്രമണത്തെ, കുവൈറ്റിൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ രീതിയിലുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതിനനുസരിച്ച് പുതിയ വീഡിയോയുമായി തിരിച്ചെത്താം. നന്ദി, നമസ്കാരം.